ഈ കരുവന്നൂർ വിഷയം നിശ്ചയമായും ഒരു തിരഞ്ഞെടുപ്പ് വിഷയമാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ചൊരു വാക്ക് അതൊരു കറുത്ത വറ്റാണ് എന്നാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ CPM അതിനെ അംഗീകരിക്കുന്നുണ്ട്. കരുവന്നൂരിൽ ഒരു വലിയ വീഴ്ചയാണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ CPM-ന് സംശയമില്ല, സർക്കാരിനും സംശയമില്ല. കരുവന്നൂർ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി കുറഞ്ഞപക്ഷം തൃശ്ശൂരിലെങ്കിലും അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അത് അവിടുത്തെ ജനങ്ങൾ പ്രാദേശികമായി അനുഭവിച്ചൊരു പ്രശ്നം കൂടിയാണ്. നമുക്കതിൻ്റെ ഒരു എന്താ പറയുക, സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളാകെ കുഴപ്പത്തിലാണെന്നോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലെല്ലാം ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. മറിച്ച് കരുവന്നൂർ എന്നാൽ നമുക്ക് അനുവദിക്കാൻ കഴിയാത്തൊരു കാര്യവുമാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ അവിടെ പല ആളുകൾ ചികിത്സ കിട്ടാതെ മരിച്ചു, ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള രക്തസാക്ഷികളെ വരെ സൃഷ്ടിച്ച ഒരു വലിയ വിഷയമാണ് കരുവന്നൂർ ബാങ്കിലെ സഹകരണ ബാങ്കിലെ തട്ടിപ്പെന്ന് പറയുന്നത്. ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ വന്നു നിൽക്കുന്നത് EDയുടെ അന്വേഷണത്തിലാണ്. നോക്കൂ, ഇതിന് മുമ്പ് തന്നെ പല അന്വേഷണങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇരിങ്ങാലക്കുട പോലീസാണ് ആദ്യം ഇത് അന്വേഷിച്ചത്. അവരുടെ കയ്യിൽ നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ ഇത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ആ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയി. അതിനോടൊപ്പം തന്നെ സഹകരണ വകുപ്പ് അവരുടേതായൊരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ ഏതാണ്ട് 104 കോടി രൂപയുടെ തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തി. അതുകൂടാതെ 16ഓളം ഉദ്യോഗസ്ഥരെ, സഹകരണ വകുപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 16ഓളം ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് റവന്യൂ റിക്കവറി നടത്തി. ആ റവന്യൂ റിക്കവറി നടത്തിയ ആ സ്വത്ത് വിറ്റ് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ റിക്കവറി ചെയ്ത ആളുകളെല്ലാം കൂടെ പോയിട്ട് ഹൈക്കോടതിയിൽ നിന്ന് അതിനകത്തൊരു സ്റ്റേ ഓർഡർ വാങ്ങിച്ചത്. അപ്പോൾ ആ രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ മുൻകൈ എടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നം നിലനിൽക്കുന്നത് കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് കരുവന്നൂർ ബാങ്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ്. CPM-ന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ആ റോള്, CPM-ൻ്റെ റോൾ എന്താണെന്നുള്ളത് കൂടി അന്വേഷിക്കപ്പെടണം. ആ അർത്ഥത്തിൽ ED വന്നപ്പോൾ ED അത് പൊളിറ്റിക്കലായി കൂടി അങ്ങോട്ട് മുന്നേറി എന്നുള്ളതാണ്. ഇപ്പോൾ AC മൊയ്തീൻ, അരവിന്ദാക്ഷൻ, MK കണ്ണൻ തുടങ്ങിയവരൊക്കെ EDയുടെ ഒരു നെറ്റിലേക്ക് വരികയും അവരെ ചോദ്യം ചെയ്യുകയും അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പൊളിറ്റിക്കൽ ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ആ പൊളിറ്റിക്കൽ ക്രൈമും അഡ്രസ്സ് ചെയ്യപ്പെടണം. ഈ 2 കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയുന്നു. ഒന്ന്, അതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണ്, ജനങ്ങളെ ബാധിച്ച പ്രശ്നമാണ്, ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ച പ്രശ്നമാണ്. അവിടെ ഒരു വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, വലിയ സ്കാമാണ്, അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അവിടെ പൊളിറ്റിക്കലി കറപ്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കപ്പെടുകയും അതിന് ഉത്തരവാദികളായവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യണം. ഇവിടെ ഈ രാഷ്ട്രീയ വിഷയം വോട്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ആ പ്രശ്നം ആർക്കാണ് ഗുണകരമാകുക തൃശ്ശൂരിൽ? യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നില്ല തൃശ്ശൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അത്ഭുതകരമായൊരു മുന്നേറ്റം സുരേഷ് ഗോപിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ശബരിമല വിഷയം വളരെ BJPക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുള്ള 2 മണ്ഡലങ്ങൾ ഞാൻ കാണുന്നത്, ഒന്ന് തൃശ്ശൂരും മറ്റൊന്ന് പത്തനംതിട്ടയുമാണ്. ഈ 2 മണ്ഡലങ്ങളിലാണ് ശബരിമല വിഷയം ശക്തമായിട്ട് BJPക്ക് അനുകൂലമായി പ്രവർത്തിച്ചത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അത് കോൺഗ്രസിന് അനുകൂലമായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ആ ശബരിമല വിഷയം, അതിനോടൊപ്പം തന്നെ സുരേഷ് ഗോപി എന്നൊരു താരത്തിൻ്റെ ഇമേജ്, ഇതെല്ലാം കൂടെ വന്നപ്പോൾ തൃശ്ശൂരിലുണ്ടായൊരു വലിയ മുന്നേറ്റം BJPക്കുണ്ട്. എന്നാൽ ആ മുന്നേറ്റം BJPക്ക് ഇക്കുറി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന് കാരണമെന്ന് വെച്ചാൽ അവിടെ വളരെ ശക്തമായൊരു ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ കണക്ക് വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കിയത് വഴി പലപ്പോഴും ഈ പറയുന്ന കോൺഗ്രസ് വേഴ്സസ് BJP എന്നൊരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സുനിൽകുമാറിനെ പോലെ ശക്തനായ ഒരു കാൻഡിഡേറ്റ് വരുന്നു, K മുരളീധരനെ പോലൊരു ശക്തമായ കാൻഡിഡേറ്റ് വരുന്നു. അതിനോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സുരേഷ് ഗോപിയും എത്തുന്നു. അവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്നയാൾ മത്സരത്തിൽ 3ാം സ്ഥാനത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥ മത്സരം നടക്കുന്നത് UDF-നും LDF-നും ഇടയിൽ തന്നെയാണ്. അപ്പം കഴിഞ്ഞ തവണത്തെ ആ ഒരു മുന്നേറ്റം BJPക്ക് അവിടെ ഉണ്ടാക്കാൻ ഒന്നാമത് കഴിയില്ല. അതുകൊണ്ട് തന്നെ കരുവന്നൂരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വികാരം കോൺഗ്രസിനാണ് അനുകൂലമാകാൻ കൂടുതൽ സാധ്യത. കാരണം വെച്ചാൽ ഇവിടെ കൾപ്രിറ്റായിട്ട് നിൽക്കുന്നത്, ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് CPM ആയിരിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ എതിർവികാരം വോട്ടായി മാറുക, അതിൻ്റെ ആ വികാരത്തിൻ്റെ ഗുണഭോക്താവുക കോൺഗ്രസ് ആണ്. അതൊരു കാരണവശാലും BJP ആയി തീരില്ല എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് കരുവന്നൂർ വോട്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ EDയെ ഉപയോഗിച്ച് ഇതൊരു വലിയ രാഷ്ട്രീയ കേസാക്കി മാറ്റി അത് BJPക്ക് അനുകൂലമാക്കി അത് സുരേഷ് ഗോപിക്ക് അനുകൂലമായ വോട്ടാക്കി മാറ്റിക്കളയാമെന്നുള്ളത് വ്യാമോഹം മാത്രമാണ്. അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവാകാൻ പോകുന്നത് തൃശ്ശൂരിൽ UDF ആണ്. ശരി. Meet the editors.